ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു കുഞ്ഞ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. പരിപ്പ് സാദം, തമിഴ്നാട് സ്റ്റൈൽ പരിപ്പ് സാദം. പിന്നെ അതിൽ ഞാൻ എൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അവർ ചെയ്യുന്നതെന്ന് എനിക്ക് ആ രീതിയിൽ ചെയ്തതെന്നും എനിക്കറിയില്ല കേട്ടോ. അത് പച്ച മസാലയുടെ ഒരു ചുവ വരുന്നതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ സവാളയൊക്കെ കട്ട് പണി, കുറച്ച് ചുവന്നുള്ളിയും കട്ട് പണിയിട്ട്, കുറച്ച് തക്കാളി, തോരൻപരിപ്പ്, കറിവേപ്പില, കൊത്തമല്ലി, ഇതെല്ലാം എൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഞാൻ ചെയ്യും. പിന്നെ തോരപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ തന്നെ, അരിയുടെ കൂടെ തന്നെ ഇടും. പൊന്നിയരി ആയതുകൊണ്ട് 2-3 വിസിലാകുമ്പോഴത്തേക്ക് തുവരൻ പരിപ്പും വേകും, അരിയും വേകും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കഴിച്ച് നോക്കണം, സൂപ്പറായ ടേസ്റ്റായിരിക്കും. പിന്നെ ഇവിടുത്തെ മുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒന്നായിട്ടാണ് ഇവർ പൊടിച്ചെടുക്കുന്നതെന്ന് പറയുന്നില്ലേ, അത് വർഷങ്ങളോളം കേടാകാതിരിക്കും കേട്ടോ. അതിനകത്ത് ഈ കൊട്ടമത്ത് എണ്ണയെന്ന് പറഞ്ഞിട്ടൊരു എണ്ണയുണ്ട് ഇവിടെ. ആ എണ്ണയും കൂടെ യൂസ് ചെയ്തിട്ട് മസാലയെല്ലാം വറുത്ത് ഒന്നായിട്ട് ഇങ്ങനെ മസാല അരയ്ക്കാനായിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ അത് വാങ്ങിയിട്ട് വന്നിട്ട് എണ്ണ ഒഴിച്ച് വെച്ചാൽ എത്ര വർഷം വേണമെങ്കിലും കേടാകാൻ നല്ല ഫ്രഷായിട്ടിരിക്കും. അത് ആ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് യൂസ് ചെയ്യും. പിന്നെ കുറച്ച് നമ്മളുടെ റെഡ് ചില്ലിയില്ലേ, കാശ്മീരി ചില്ലിയും കൂടെ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു റെഡിഷ് കളർ വരാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം യൂസ് ചെയ്യും. പിന്നെ ഇതെല്ലാം കൂടെ താളിച്ചിട്ട് തോരൻപരിപ്പ് അതിലിട്ട് അരി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട്, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഇട്ടോ. അതുപോലെ ആ വെള്ളം അതിന് എത്ര ഗ്ലാസ് അരി ഇടുന്നോ അത്രയും ഗ്ലാസ്, ഇപ്പോൾ 2 ഗ്ലാസ് എന്നാൽ 4 ഗ്ലാസ് വെള്ളം, അങ്ങനെ അത്ര വെള്ളം ഒഴിച്ച് പാകത്തിനെല്ലാം റെഡിയാക്കി എടുക്കും. പിന്നെ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും അവനാണെങ്കിൽ ചോറ് കുഴച്ച് തിന്നാൻ അത്ര വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചോറിങ്ങനെ താളിച്ച് കൊടുത്തു വിടും. തേങ്ങാച്ചോറ്, തക്കാളിച്ചോറ്, നാരങ്ങാച്ചോറ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പിന്നെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ലെമൺ റൈസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തക്കാളി സാദം, ടൊമാറ്റോ റൈസ്, അതും ഇഷ്ടമാണ്. തേങ്ങ സാദം അത്ര വലിയ പത്തിയില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അതും താളിച്ച്, അത് പൊട്ടറ്റോ റൈസ് എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കും. പിന്നെ പുതിന റൈസ്, കൊത്തമല്ലി റൈസ്, അതെല്ലാം ചെയ്ത് കൊടുക്കും. തൈര് സാദം, ഓരോ നാളിലും ഓരോരോന്നും ചെയ്ത് കൊടുക്കും. ചില സമയത്ത് ഞാൻ ബീട്രൂട്ട്, നമ്മുടെ എന്താ പറയുക, പച്ചടി കിച്ചടിയോ മറന്നേ പോയി, അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചോറ് താളിച്ചിട്ട്, തൈര് ഒഴിക്കില്ല, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് ചോറ് അതിനകത്തിട്ട് നല്ല താളിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് അതും കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് മോനെ രാവിലെ സ്കൂളിൽ വിടാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ഞാൻ കുളിച്ചാലേ ശരിയാകത്തില്ല. എനിക്ക് രാവിലെ കുളി ഒരു ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചൂടിൻ്റെ ഇതിൽ ആ ഒരു കുളിയിൽ പാസ്സാക്കിയിട്ട് പോയാൽ സൂപ്പറാണ്. നമ്മൾ ഫ്രഷ് എനർജി നല്ലതായിരിക്കും. പിന്നെ എനിക്ക് എത്രയൊക്കെ സമയം കിട്ടുന്നു ആ സമയമെല്ലാം ഞാൻ കുളിക്കും, ഇവിടുത്തെ ചൂട് കാരണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം കാരണം ഒരു 2 ടൈം ആക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ശരിയാക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് മോൻ കുളിച്ചിട്ട് വന്ന്, അമ്മ വീഡിയോ എടുക്കുന്നുണ്ടോ എന്നൊന്ന് വിളിച്ചിട്ട്, തിരക്കാണ് എന്നാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതും കൂടെ ആവുമല്ലോ, നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമ്പോൾ അത് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ